എന്നെ നിനക്കായി നൽകിയിടുന്നു മന്നരാമേശുപരാ. എന്നെ നിനക്കായി നൽകിയിടുന്നു മന്നരാമേശുപരാ. മണ്ണിലൻ കാലം തീരും വരെയും മണ്ണിലൻ കാലം തീരും വരെയും നിന്നെ സ്തുതിച്ചിടും ഞാൻ. നിന്നെ സ്തുതിച്ചിടും ഞാൻ. ക്രൂശിൽ ആണികളാ ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 35 സങ്കീർത്തനം 16 വാക്യം. അടിയന്തരങ്ങളിൽ കോമാളികളായ വഷളന്മാരെ പോലെ അവർ എൻ്റെ നേരെ പല്ല് കടിക്കുന്നു. പീഡകരെ ഒരു ഉത്സവ സമ്മേളനത്തിൽ പരിഹസിക്കുകയും ചെയ്യുന്നതായി താരതമ്യം ചെയ്യപ്പെടുന്നു. അവരുടെ അവഹേളനത്തിൻ്റെ മനഃപൂർവ്വവും പരസ്യവുമായ സ്വഭാവം ഈ വാക്യത്തിൽ എടുത്തു കാണിക്കുന്നുണ്ട്. അവർ എൻ്റെ നേരെ പല്ല് കടിച്ചു. ഈ പ്രവൃത്തി കോപത്തിൻ്റെയും വെറുപ്പിൻ്റെയും നിരാശയുടെയും ഒരു പ്രകടനമാണ്. ഇതവരുടെ പരിഹാസത്തിൻ്റെ തീവ്രതയും വിദ്വേഷവും ഊന്നിപ്പറയുന്നു. സങ്കീർത്തകൻ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളുടെ വ്യക്തമായ ഒരു ചിത്രം ഈ വാക്യത്തിൽ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. സന്തോഷമുള്ളവരോ നീതിമാന്മാരോ ആയി കാണപ്പെടുന്നവരിൽ നിന്നുള്ള വ്യാജ സൗഹൃദങ്ങളുടെയും വിശ്വാസ വഞ്ചനയുടെയും പരിഹാസത്തിൻ്റെയും വേദനയെക്കുറിച്ച് ഈ വാക്യം നമ്മോട് സംസാരിക്കുന്നു. പിന്തുണയ്ക്കുന്ന ആളുകളിൽ നിന്നുള്ള പരസ്യമായ അപമാനമോ ദ്രോഹകരമായ പ്രവൃത്തികളോ നേരിടുന്ന ഏതൊരാൾക്കും ഇത് ആഴത്തിൽ മനസ്സിലാക്കുവാൻ കഴിയും. ഈ പ്രതികൂലതയിൽ ദാവീദിൻ്റെ പ്രതികാരമല്ല, പ്രാർത്ഥനയാണ്. അവൻ പൂർണ്ണമായി ദൈവത്തിൽ സമർപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്കെതിരെ ആളുകൾ ദ്രോഹങ്ങൾ പ്രവർത്തിക്കുമ്പോൾ, നാം അപമാനിക്കപ്പെടുമ്പോൾ ദാവീദിനെ പോലെ അവർക്കെതിരെ പ്രതികാരത്തിന് മുതിരാതെ ദൈവത്തിൽ സകലവും സമർപ്പിക്കാം. പ്രാർത്ഥിക്കാം. കർത്താവേ, പുറമെ പുഞ്ചിരിക്കുകയും ഹൃദയത്തിൽ ദോഷം സൂക്ഷിക്കുകയും ചെയ്യുന്നവരിൽ നിന്നും എന്നെ സംരക്ഷിക്കണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.